ഹലോ ഗേസ്, അപ്പം നമ്മളെ പ്രാവശ്യം പോകണം കക്കാടംപൊയിൽ. ഇവിടെ അറിയോ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല, അതാ പ്രശ്നം. കയ്യൊക്കെ വയ്ക്കാം, ഈ കോലത്തിലൊക്കെ കയ്യ ആയതല്ലേ. ഹലോ ഗേസ്, അപ്പം നമ്മളെ പ്രാവശ്യം പോകണം കക്കാടംപൊയിലേക്ക് പോണ വയ്യാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10-20 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ നമ്മളുള്ളത് ഇവിടെ അറിയോ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല, അതാ പ്രശ്നം. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് പോകാനുള്ള വയ്യാണ്. അപ്പോൾ വെള്ളം കുടിച്ചാൽ മാണ്ടി ഇവിടെ കയറിയതാണ്. ഇതാ, അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അഷ്റഫാണ്. സംഭവം ഇവൻ ഞങ്ങൾ വീഡിയോയിൽ അധികം ഒരൊറ്റ വീഡിയോ കുടിങ്ങിന്. പിന്നെ ഗൾഫ് പോയി ഇന്ന് രാവിലെ എത്തി. ഒമാനല്ലേ? ഇന്ന് രാവിലെ എത്തി. ഇന്ന് പിന്നെ കക്കാടംപൊയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇത്, പിന്നെ ഒന്നും നോക്കിയില്ല, പോകാനുള്ള തീരുമാനമായി. ലാസ്റ്റ് പിന്നെ വീട്ടുകാരൊക്കെ ചീത്ത പറയുന്നുണ്ട്. കാരണം ഒരു ദിവസത്തേക്ക് പേരെ നിൽക്കാനല്ലേ, അപ്പോഴത്തെ പുറത്തൊക്കെ ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ ഇവനും പിടിച്ച് ഇറങ്ങിക്കാണ്. അടുക്കാ ഫുൾ പോണ ചിലവാരാ കാരണം ഓഫർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ദീക്ക ഇറങ്ങിയത്. അല്ലാതെ ഞാൻ ദീക്ക ഇറങ്ങൂല, അതൊന്നും. അപ്പോൾ നമ്മൾ പോണ വഴി ഫുൾ എൻജോയ്മെൻറ്റ്, അതായത് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതാ നമ്മൾ പെട്രോൾ പമ്പ് കയറിയതാണ്. ഫസ്റ്റ് വെള്ളം കുടിച്ചതാണ്. ഇതിപ്പോൾ ഇവിടെ അറിയാം സ്ഥലം, ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ സ്ഥലം ഇവിടെ എനിക്കല്ല ഇവിടെയാണ്. എന്തേ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന്, അത് ആ സ്ഥലത്തിൻ്റെ പേര് തോട്ടുമുക്കം പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ തോട്ടുമുക്കത്തിന് നേരെ ഉണ്ടായിന്. അപ്പോൾ അവിടുന്ന് നേരെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പോയോണ്ട് നിൽക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും എന്താണ്, ഫുള്ളും മരങ്ങളും കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് അല്ലേ. അതിന് മുകളിൽ ഓരിക്കുന്നതാ ആ കയറ്റത്ത് എത്ര ഹൈറ്റിലറിയോ. ഫുൾ ലഗേജ് പോണ ബൈക്കാട്ടോ. അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ കാണുന്നത്. തോടാണ്, തോട് നിറഞ്ഞു പോണതാണ്. അതൊക്കെ ഫാമിലീസ് വിളിച്ചു. ഏതാ സ്ഥലം നമുക്ക് വെള്ളം പോണൊക്കെ ഏതാ അടിപൊളി. Very nice. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോണ ബൈക്കുകളിലാണ്. ബാക്കിലുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൗകര്യമൊക്കെ. ഏതാ അടിപൊളി വ്യൂ. കാരണം ഇവിടെ നമ്മൾ പോരുമ്പോൾ കേട്ടോ മഴ ചെയ്തുകൊണ്ട് ഫുള്ള് നടന്നു നിൽക്കും. ബാക്കുണ്ട്, ബാക്ക് ഭാഗത്താണല്ലേ. ഇതാ എന്താ രസം കാണാൻ, ഭയങ്കര രസം. കാരണം പോകുമ്പോൾ ഒക്കെ ഇത് കാണുമ്പോൾ ഏതായാലും നമ്മൾ ഫുള്ള് കവർ ചെയ്ത് പോയോണ്ടിരിക്കുകയാണ്. ഉള്ള സംഭവം കാര്യങ്ങളൊക്കെ. സ്ഥലം തരില്ല കേട്ടോ, കറക്റ്ററില്ല. പോണ ബൈക്കാണ്, കക്കാടംപൊയിലേക്ക് പോണ ബൈക്കിലാണ്. ഇതാ വെള്ളം അടിക്ക് ഇറങ്ങി പോകണുണ്ടല്ലേ. അടിപൊളിയായിട്ട് അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഏതാ പരന്ന് വയ്ക്കണെന്ന് പോണ ബൈക്ക്. ഇതൊക്കെ പോണ ബൈക്കിൽ കക്കാടംപൊയിലേക്ക് പോകുമ്പോൾ കുറേ കാഴ്ചകൾ നമുക്ക് കാണാറുണ്ട്. ഇതേപോലെ നല്ല മഴക്കാറുണ്ട്. ഒരിക്കൽ ഇരുട്ട് കൂടി വരികയാണ്. ടൈം 3-3:30 ആയിട്ടുള്ളൂ. എപ്പോഴും പെയ്യും. അപ്പോൾ പിന്നാണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എപ്പോഴും പോയി മഴ, എപ്പോഴും പോയി പറഞ്ഞാൽ എപ്പോഴും പോയി. കാരണം ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താ പാടോ ഒരു ഐഡിയ ഇല്ല. കാരണം അതുപോലെ അടിപൊളി പറഞ്ഞാൽ ഇതാ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ സൈഡാക്കി ഇത് അടിപൊളിയാക്കി നിർത്തിയിട്ടുള്ളതാ. കാരണം തൊട്ടടുത്ത് തന്നെ പോണ ബൈക്കിലല്ലേ, റോഡാണ് കാണുന്നത്. അടിയിൽ വെള്ളച്ചാട്ടം അത് അപ്പുറത്താ. മഴക്കാലത്ത് വന്നാൽ മാത്രം കാണാൻ കഴിയുള്ളൂ ഈ സംഭവമൊക്കെ. മഴക്കാലത്ത് മാത്രം വന്നാൽ വെള്ളം പോണത് രണ്ട് ഭാഗത്തോടൊക്കെ വെള്ളം പോകുന്നു. ഇനി മഴ ഒന്നൊരു പവർ കൂടാതെ കേട്ടോ. കിടാൻ പോവാണ്. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുള്ളി തുള്ളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ കോട എടുത്തേക്കാരോ?
നമ്മളാ മറ്റേ മൂന്നാർക്ക് ട്രിപ്പ് പോയില്ലേ? ആ ഏത് കഴിഞ്ഞ വർഷം പോയതോ? കഴിഞ്ഞല്ല, മൂന്നാലല്ലേ? ആ ഫസ്റ്റ് മൂന്നാലല്ലോ എന്റെ പോയി. അന്ന് പോയപ്പോ കാണാതായി. 5 വർഷം വാങ്ങി, രണ്ടും പോയി, പിന്നെ തന്നെ കിട്ടി. ആ പക്ഷെ ഇത് നല്ല ആയുസ്, നല്ല ഇതുണ്ടോ, ലൈഫ് ഉണ്ടോ. എത്ര കൊടുത്തതിന് അന്ന്? 100 രൂപ പെരുമ്പാവൂരിന്ന് വാങ്ങിയേ. എത്ര 80 രൂപ കൊടുത്തത്? 50 രൂപ പെരുമ്പാവൂരിന്ന് വാങ്ങി. സെറ്റ് ഏതായാലും പഴയതാണ്ട് കാറില്ല, നല്ല ഉറപ്പുണ്ടോ. ഇപ്പത്തേന്ന് ഉറപ്പ് കാണാല്ലോ. പോലെ എന്നപ്പോ പോലെ മഴ സ്റ്റാർട്ട് ചെയ്ത് അടിപൊളി കാരണം മഴത്തിങ്ങനെ ട്രാവൽ ചെയ്യാറ വേറെ ട്രാവൽ ചെയ്യാറ വേറെ ലൈഫ് സെറ്റ് കാരണം. ഏതായാലും മഞ്ഞ ചോപ്പും ബുള്ളറ്റും പോണ ബൈക്കുകളിലൊക്കെ എന്തോ മയം പെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് അപ്പുറം മലക്കട ഫുള്ള് കോട മൂടി എടുക്കാണ് അല്ലേ. ഏതാ സ്ഥലം നമ്മൾ വണ്ടി വളർത്തിയതാ. ഇനി നമ്മൾ കൊറേ മുമ്പോട്ട് പോവാണ്ട്. അവിടൊക്കെ ഫുള്ള് ഏതോ ഒരു സ്കൂൾ ആ പോണതാട്ടോ. ഒക്കെ അങ്ങോട്ട് ഭാഗത്തേക്കല്ല ഉണ്ട്. ഏതാ കക്കാടം പോലെ കഴിഞ്ഞപ്പോ കോയിപ്പാറ വെള്ളച്ചാട്ട റൂട്ടാണ് പോയോണ്ടിരിക്കുന്നത്. കോയിപ്പാറ വെള്ളച്ചാട്ടം പറഞ്ഞ ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തേനി, അന്നും നടന്നില്ല. കാരണം അടുക്ക സമയം മഴ അടിപൊളി മഴ, രക്ഷയില്ല. ഫുള്ള് കോട അതൊക്കെ ഇതേമാതിരി ഓടെ കിട്ടുക നോക്കണോ. യാതൊരു ഫുള്ള് വണ്ടിക്ക് വരുന്നൊക്കെ ലേറ്റ് ആയിട്ട് യാതൊരു ഫുള്ള് കോടമഞ്ഞ്. എല്ലാം പഠിച്ചിട്ട് എല്ലാം പഠിച്ചറിയാം. അല്ലൊക്കെ വന്നൊക്കെ ഫുള്ള് പോണം അടിപൊളി ബാക്കിലൊക്കെ ഫുള്ള് കോടയാണല്ലേ. എല്ലാം ഒരു കോട നമ്മൾ വേറെ ഓടി പോയത്ര ഫീലിംഗ് കിട്ടൂല. എല്ലാവരും ഉണ്ട് കഴിഞ്ഞ ഈ സീസണിൽ വരാൻ നിൽക്കാം. ശ്രമിക്കുക അത്ര വരാനുണ്ട്. കാരണം 50% കൂടെയാണ് പോകുന്ന മോട്ടല്ലോ. ഏതായാലും നഞ്ഞി കുളിച്ചു തന്നെ കയറാം. ഏതായാലും നഞ്ഞി കുളിച്ചു തന്നെ കയറാം. ഇപ്പൊ കറക്റ്റ് മായ കുറവ്. പേയ്മെന്റ് കൊടുക്കും. ഏതാ കാറ്റ്, അടിപൊളി കാറ്റൊക്കെ മരം കാണണില്ലേ, രക്ഷയില്ല. പേയ്മെന്റ് എടുക്കില്ല. എൻ്റെ കവർ എടുത്തുക്കോ, മൊബൈലിലുള്ള കവർ ഇതൊക്കെ എടുത്തുക്കോ, അതൊക്കെ എടുത്തുക്കോ. അറിയാം എൻ്റെ കയ്യിൽ 2 കവറുണ്ട്. നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പേ കുറേ ആൾക്കാർ പോകുന്നുണ്ടല്ലേ. ഏതാ ഫുള്ള് കോട കണ്ടില്ലേ. ഞാൻ ചുവട്ടിടാ കോട്ട് എടക്ക് എങ്ങനെ പോകുന്നത് എങ്ങനെയുണ്ട്? മുതലായോ? സെറ്റല്ലേ? രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. പക്ഷെ ഇത്ര കോട അന്നില്ലേ. ഇന്ന് കോട അടിക്ക് വരെ ഇറങ്ങിക്കണേ. നല്ല ആൾക്കാരോ? അല്ല, നമ്മൾ കറക്റ്റ് സീസണിലെത്തി ഇവിടെ. ഇതാ മുമ്പ് കൊണ്ട് കാണില്ല. ഇത് കണ്ണിന്റെ പ്രശ്നമാണോ അതോ മഞ്ഞുകൂടിന്റെ പ്രശ്നമാണോ? ഏതോ വണ്ടി വരുന്നുണ്ടാ. ഇവിടുത്തെ സംഭവം
എന്തോ സംഭവിച്ചല്ലോ അല്ലെങ്കിൽ നമ്മക്കനെ നടന്നിട്ട് കാണില്ല പിന്നല്ലേ എന്താ സംഭവിച്ചേ ഒരു എന്തിട്ട് അത് നടന്നിട്ടൊന്നും കാണില്ല പിന്നെ കയറ്റി അങ്ങനെ അല്ല എന്താ പറ്റുന്നത് അതന്നെ എന്നിട്ട് ഇയാള് വണ്ടി കൊണ്ട് അടിച്ചെന്റെ കേറ്റിന് വണ്ടിക്കെത്തില്ല വണ്ടി കേറി ഇറങ്ങിന് ഒന്ന് ഒഴിച്ചെടുത്താളി വണ്ടി തള്ളി വരണ്ട അവിടുന്ന് ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോ സംഭവം എന്താ അറിയോ വ്ളോഗിങ്ങിന്റെ സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടിയില്ല സാധാരണ കിട്ടേണ്ടായിരുന്നു ഇപ്പൊ കിട്ടിയില്ല അതുകൊണ്ട് പൗതിക്കുന്ന ഉള്ള വീഡിയോ വെച്ചിട്ട് അടിച്ചിട്ട് പോവാണ് അപ്പൊ ആരും എന്ത് വിചാരിക്കരുത് സ്റ്റാർട്ടിങ് എങ്ങനെയാണല്ലോ എന്നൊന്നും ഇനി എൻഡിങ് എങ്ങനെയാണെന്ന് അതും പറയാൻ പറ്റില്ല കാരണം മഴ എപ്പോഴും പെയ്യുണ്ട് പെയ്യാതിരിക്കാൻ പെയ്യാറാല് പെട്ടെന്ന് പോയി സ്വിച്ചിട്ട മാതിരി സ്വിച്ചിട്ട മാതിരിയാ മഴ പെയ്യണത് അതാ പ്രശ്നം ഇവിടെ മുമ്പോട്ട് കാണണ്ടേ വേറൊന്നുമില്ല ബാക്കിലൊക്കെ ആൾക്കാർ നിങ്ങളെ സ്ഥലമുള്ള നിങ്ങളെ സ്ഥലം വൈക്കടോ അല്ല നിലമ്പൂര് ഭാഗം കഴിഞ്ഞിട്ട് അവിടുന്ന് വരുന്നതായിട്ട് ഞങ്ങൾ കൊണ്ടോട്ടി കാറോ കാറ് പോയി എന്തേ ജയിലില്ല ഞങ്ങൾ കൊണ്ടോട്ടില്ല എടണപ്പാറ പറയും അവിടുന്ന് കൂടെ 34 കിലോമീറ്റർ ഞങ്ങൾ അതിന്റെ അടുത്താണ് കൊണ്ടോട്ടിന് എടണപ്പാറ ഇടയിലാണ് കുറച്ച് ഓടാണ്ടല്ലോ എത്ര കിലോമീറ്റർ എത്ര മണിക്കൂർ ഉണ്ടായത് 1.5 മണിക്കൂറോ 1.25 മണിക്കൂർ അപ്പൊ നിങ്ങള് പഠിക്കാം അത് ശരി ബൈക്കിനല്ലേ ഒന്ന് ബൈക്കിനല്ലേ രണ്ടാം അടുത്തുള്ളേ ബൈക്കിനല്ലേ ഒന്ന് കൂട്ടി നിങ്ങളെ പേരെന്തേരി നിങ്ങളോ എന്റെ പേര് ക്ഷമിക്കുന്നു ഇവന്റെ പേര് അഷ്റഫ് കേറി നടന്ന് ഇപ്പൊ എത്ര എത്തിയോ കുറച്ചുകൂടിയും കേറാണെന്നാ പറഞ്ഞോടൊക്കെ എന്താ അറിയില്ല നോക്ക് ബാക്കോട്ട് ഫുള്ള് കുത്തനെ കയറി പറഞ്ഞ ഫുള്ള് കുത്തനെ കയറ്റം അല്ലാ സംഭവം മഴ പെയ്താൽ മതി നമുക്ക് തൊള്ളക്കാട്ടി മോൾക്കുന്നാ ഞാൻ വള്ളെങ്കിലും കുടിച്ചാ വെള്ളം എടുത്തില്ല ഒന്നും എടുത്തില്ല ഇത് പോങ്ങിയടാ ഇതിലാട്ടോ ഈ വണ്ടി കയറ്റാറിനെ ഇതിലാട്ടോ വണ്ടി കയറ്റണേ അല്ലാ കയറ്റൊക്കെ ചെയ്യേനി ഒരാളാണെങ്കിൽ ഓക്കെ എന്നാലും വേണ്ട നടന്നാ മതി കാരണം എന്താ അറിയോ ജിന്നെ അടുപ്പിച്ചു നമുക്ക് രണ്ടാമൊപ്പം നടക്കാം അല്ല ഇയാൾ ഈ കുട്ടിനെ കൊണ്ട് കയറ്റി നിങ്ങൾ സമ്മതിച്ചിട്ടേനെ ബോസേ നിങ്ങളെ സമ്മതിച്ചു ഈ കുട്ടിനെ കൊണ്ട് നിങ്ങൾ കേറിയല്ലോ സീനാണ് ചെലോടെ അടുത്ത് തന്നെയാണല്ലോ എന്ത് പ്രശ്നം ആ ജീപ്പിൽ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ടല്ലേ താഴത്തേക്ക് പോലെ കയറി പോരാ കേറുന്ന മൂടുണ്ടാവില്ല അഷ്റഫെ ഇറങ്ങുമ്പോ നമുക്ക് കീഞ്ഞിറങ്ങാം ഒരു മിനിറ്റ് ഞാൻ സൈഡ് കട്ടെ പോട്ടെ ഓ മേ ഞാൻ പോഞ്ഞടി ഈ അടി വരുന്ന ആൾക്കാരൊക്കെ നടന്നു ഹലോ ഗൈസ് ദാ ഇവിടെ ഫുള്ള് ആൾക്കാരത് കുരിശുമലിൻ്റെ മുകളിലോട്ടോ ഞാൻ നമ്മൾ അപ്പുറത്തെ ഇതിക്ക് കയറാൻ പോണത് ഫുള്ള് ആൾക്കാരാണല്ലോ ഇറക്കം മൊത്തം ആൾക്കാർ ഫുള്ള് പടകണല്ലേ ഏതാ പുള്ളി
ചവിട്ട് കിട്ടിയില്ലെങ്കിൽ പോയടാ, പോയി പോയി വാ കുത്തിറക്കം. ഞാൻ ഗ്ലാസ്സിലാതെ തന്നെ അറിയും, ഗ്ലാസ്സിന് മൊത്തം വെള്ളം. പിന്നെ പുറത്തത് കാണണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ ഗ്ലാസ് വെച്ചു. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് മഴ പെയ്ത് തോന്നുന്നത് നല്ല കോടനുണ്ട്, അതാണ് പ്രത്യേകത. എടാ ചീവിടിൻ്റെ സൗണ്ട് ഇതൊക്കെയാ, കേട്ട് നോക്കിയാ എന്നെ സെറ്റ്. മുടിയൊക്കെ എത്തൊക്കെ അയക്കണം, നോക്കണ്ട. അല്ലാ എന്തല്ലേ, എന്തൊരു ശബ്ദതല്ലേ സെറ്റ്. അപ്പോൾ ആര് കാണാൻ, വീഡിയോ കാണാനില്ലെങ്കിലും എന്ത് ചെയ്യാം, കക്കാടംപൊയിൽ വരാൻ ശ്രമിക്കാം. അപ്പോൾ എന്താ ചെയ്യാറോ, കഴിയണോ എല്ലാവരും ഈ സാധനത്തിൻ്റെ അടുത്ത് കൊത്തു വെച്ചാൽ തരാം പോകാൻ വേണ്ടി കേട്ടോ. അതാണ് ടീഷർട്ട്, ഹാഫ് ടീഷർട്ട് ഇടയില്ല, നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. അപ്പം കഴിയുന്ന എല്ലാവരോടും ഒരു 3 മണിന് മുമ്പ് വരാൻ ശ്രമിക്കുക, കഴിയണതും അതേക്കാൾ ഒന്നുകൂടി ബെറ്റർ അല്ല ശ്രമേ. കാരണം എന്താ പറഞ്ഞാൽ കയറാണ്ട്, കുറച്ച് കയറാണ്ട്, ചില്ലറന്നല്ല കണ്ണമാനം കയറാണ്ട്. ഇപ്പോൾ കഴിയണത് അങ്ങനെ കയറാൻ ശ്രമിക്കുക, ശ്വാസം കിട്ടണം. അതാ പ്രശ്നം. നടന്ന് അല്ല മോൾക്കുള്ള വയ്യരടാ, ഏടാ മോൾക്ക് വയ്യറല്ലേ ആവൂല. വയ്യലേട്ടാ മോൾക്ക്, വയ്യലേട്ടാ വാ പാടാ, അതിലും കയറാ. ഓക്കെ എന്താ ആർത്താ ഡാ ഇത് കിട്ടിക്കോ, കണ്ണാപ്പിയാവും. നോക്ക് അടിപൊളിയാടാ. ഒരു ഭാഗത്ത് കോടൊക്കെ പൊന്തണെന്താ അപ്പുറത്താ. നമ്മളിപ്പോൾ ഇവിടുന്ന് വന്നാടാ, പിന്നെ വയ്യൊന്നും കാണില്ല. അവിടുത്തെ അടുത്ത പൊന്തന് അല്ലേ, പോകട്ടെ മാരിൻ്റെ ഇടയ്ക്ക്. ഇനി ഞങ്ങൾ ഈ കാണുന്ന മുകൾക്കൊക്കെ കയറാണ്ട് അല്ലേ, കുത്ത് കയറ്റം. മഞ്ഞ് പോയി, കോട പോയി, കാറ്റും പോയി. ഇത് പറഞ്ഞൊക്കെ കോട്ട വരുന്നൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി വരും കേട്ടോ. താഴത്തിന് മാത്രം വരും, മോൾക്ക് വരുന്നുണ്ട്. അവിടെ പോകട്ടാടാ അഷ്റഫേ, പോകട്ടെ അവിടെ. ആ വരുന്നോക്കി, അടിയിൽ നിന്ന് വരും, അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടൊക്കെ കോടായി വരുന്ന കയറി വരുന്ന നോക്കിയാ എന്താലേ. അവിടുന്ന് വരുന്നത്, അപ്പുറന്ന് മാമ മോൾക്ക് പോയിക്കോടാ. അഷ്റഫേ വാ, അവിടൊക്കെ കോടയടാ. ഒന്ന് കാണിച്ചോ. നോക്കിയോ
അടിയിൽ കണ്ട വ്യൂ ഇപ്പൊ കാണില്ല. ചെക്കന്മാർക്ക് വീഡിയോ വീഡിയോ എടുക്കുന്നത്, വീഡിയോ അല്ല ഫോട്ടോഷൂട്ട്. ക്യാമറമാനൊക്കെ എല്ലാത്തും കൊണ്ടുപോകും. ഏത് ആ കുന്ന് ഏത് പറഞ്ഞ ആ കാണുന്ന കുന്നാണ്. അതായത് അത് ഫുള്ള് കുത്തനല്ലേ, അതിന് മുകളിൽ കയറുന്ന പ്രശ്നമില്ലല്ലോ, കയറാൻ കഴിയില്ലേ? അപ്പൊ ഇതിന് താഴ്ത്തുകളോ അടികളോ അതുകളോ എന്റെ കൂടെ. നിങ്ങളെ പേരെന്തേനി? ആയിഷ്. ആയിഷോ ആയിഷ? ആയുഷ്. സോറി. നിങ്ങൾ ആശിൻ രണ്ടാള് ഫാമിലിയാ? ഏട്ടാ? ഓ ഓക്കെ, അത് ശരി. അല്ല പേരൊന്നും ചോദിക്കാണ്. പരിചയപ്പെട്ടോ വരാതാ ഇവരോടത്തോട്ട് താല്പര്യം ആൾക്കാർക്ക് പരിചയപ്പെട്ടാണ്. നഴ്സിംഗാ പഠിക്കണേ. അല്ല ഇങ്ങോട്ട് ഡെലിവറി ഉണ്ടാവോ? ഓക്കെ, അതല്ല കുരിശുമലാണ്. ആ മലിന്റെ മുൾക്കട്ടെ കയറാൻ പോകുന്നത്. കയറി നോക്ക് എന്താ പാടെന്നറിയില്ല. എത്ര നല്ലോണം പോകണ്ടേ അല്ലേ? എൻ്റെ താഴ്ച അടിക്കൊക്കെ എടുക്കാതെ താഴ്ച പോയ ആളെ കിട്ടില്ല. അതേമാതിരി ഇപ്പുറത്തും താഴ്ചയാണ്. എന്നിട്ട് വയ്യല്ലേ സുഖം അപ്പുറത്ത് ഇറങ്ങാൻ ഒന്നുമില്ല. നോക്ക് എന്തൊരു താഴ്ച അറിയോ. ഇനി ആ മുന്നിൻ്റെ മുകൾക്കാണ് കയറാൻ പോകുന്നത്. അടിപൊളി. എന്താണ് മഴയുണ്ട്, കോട്ടിനെ അവിടെ വെച്ച് പോയിട്ടുണ്ട്. പഠിച്ചവനെ പളി പാടി പയ്യാണ് പറ്റലമ്പ് ഫുള്ള് കല്ലുണ്ട് അല്ലേ? അവിടുത്തെ പള്ളി താഴ്ചല്ലേ, അടിയിൽ പള്ളിയൊക്കെ. പള്ളിയാണോ എന്താ അറിയില്ല. അത് അവിടെ ഒക്കെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ബാക്കിൽ 300 ഡിഗ്രി ഇതിലാണ്. ഏതാ സെറ്റ്. അത് കുറച്ച് ആൾക്കാർ, അധികം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. ഒക്കെ അപ്പുറത്ത് വരണില്ലേ ബാക്കിലെ ആ കുന്ന് അവിടെ വരെ വരുന്നുള്ളൂ. ഇവിടെ ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. സെറ്റ്. ഞാൻ കഴിഞ്ഞിട്ട് പറ്റ ക്ഷണിച്ചാണ്. ഏതാ അവിടെ കോടമന്തിൻ്റെ ഭാഗത്ത് ഇതൊക്കെ ചെക്കന്മാരുത്. അവിടെ കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ ഇവിടെ നോക്കിയാൽ അവിടെ അടിയിൽ കുത്തന സ്ഥലമാണ്. അടിപൊളി സ്ഥലം. കാരണം കുരിശുമല അവിടെ കുരിശിതാകണ അവിടെ. ആ കണ്ട് വീഡിയോ കാണിച്ചെടുത്തിന്. അങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്താ പിന്നെ വീഡിയോ ഇല്ല, ഒന്നുമില്ല, ഫുള്ള് സെറ്റ്. അപ്പൊ വേണ്ടതൊക്കെ ഇപ്പോൾ ഒന്നുകൂടി പിന്നെ കിട്ടില്ല. കാര്യം പറഞ്ഞതാ. കാരണം ഈ സീസണ് മഴ, മഞ്ഞ്, കാറ്റ്. മഞ്ഞല്ല വരികയാണെങ്കിൽ ഒന്ന് രാവിലെ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട്, ഫോട്ടോ ഷൂട്ട് എല്ലാം നല്ല സെറ്റ്. അപ്പോൾ എല്ലാവരും ഒന്നാണ് കക്കാടം പോയി ഓട്ടെ. ഓൻ അങ്ങോട്ട് തീട്ടിയാണ് കണ്ടില്ലേ? ഓക്കെ, അവിടെ ആദ്യം പറഞ്ഞ ഞാൻ രണ്ടാണ്. അനുഭവിക്കുക അവിടെ പോലോട്ടോ, അടിക്ക് പോലോട്ടോ. അവര് പോക്കോണ്ടി. ഞാൻ ഉറപ്പിച്ച് പോയി ഞാൻ. അപ്പൊ താഴത്തേക്ക് പോവാണ്. ഇറങ്ങാണ്. കാരണം വയറുണ്ട്, ഞാൻ കാണിച്ചത് കുത്ത് ഇറക്കം ഇറങ്ങണം. അടീക്കാണ് ഇന്ന് ആൾക്കാർ സാധാരണ ആൾക്കാരൊക്കെ കണ്ടു. ആ ഇറക്കം മൊത്തം ഇറങ്ങണം. ഇവിടെ ആൾക്കാർ കയറി വരുന്നത്.
ഒറ്റക്കാക്കി പോണോക്കിയാ ആ മസർഫ് കൂടെ ചെങ്ങായി പോലെ ചെങ്ങായി ഇവിടെ ഒറ്റക്കാക്കി പോയാണ്. പെട്ട് ഇറങ്ങി പോയിട്ട് കാരണം കയ്യും കഥയൊക്കെ നോക്കിയാൽ കയ്യൊക്കെ വയ്ക്കാം. ഈ കോലത്തിലൊക്കെ കൈ ആയതാണല്ലേ. ഓട്ടൊക്കെ ആയിരുന്നു പഠിച്ചതെന്നറിയാം. അറിയാം ഇവിടെ വേത്തണം അല്ലെങ്കിൽ പണി കിട്ടും. എന്താടാ ഒരു ചായെങ്കിലും ഇത് ഗൾഫിൽ നിന്ന് വന്നാളെ ബോധം വേണം. ഓടുന്ന കഴിക്കുന്നേ ആടെ വീട് സൽക്കാരുണ്ടോ? വീട് സൽക്കാരുണ്ടോ? 21-ാം തീയതി അതിന് വേറെ റിസോർട്ടാണ്. അതെന്താ റിസോർട്ടാണ്? സ്റ്റേ അല്ലേ? ചില്ലടിക്കാൻ പറ്റിയേ അല്ലേ? പെർമിഷൻ അല്ലേ അല്ലെങ്കിൽ നോക്കി പറഞ്ഞ മാതിരില്ല. കയറാൻ നല്ല സുഖം, പക്ഷെ ഇറങ്ങാൻ നല്ല പാടായിരുന്നു. നല്ല പാട്, ഭയങ്കര സ്കിൽ, കാലൊക്കെ വേദന എടുക്കും. അടുത്ത റിസോർട്ടാണ് കാണുന്നത്. അത് റിസോർട്ട് എന്താണെന്നറിയില്ല. ഇനി അത്ര കാണാൻ ഇറങ്ങാണ്ടല്ലോ. ഓക്കെ, ഞാൻ കഴിഞ്ഞ അരിച്ചിരിക്കുന്നു. റിസോർട്ടാണ് കാണുന്നത്. എന്താ പേടിച്ച് ഹിൽ വ്യൂ ഇവിടെയൊക്കെ ഫാമിലീസ് കാണാം. ട്രിപ്പ് ഇവിടെയൊക്കെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇവിടെ പെർമിഷൻ ഇല്ല, കാരണം ഫുൾ ക്ലോസ്ഡ് ആണേ. അല്ലേ അടുത്ത വണ്ടി കയറിയില്ല, താഴോട്ടാണല്ലോ. ഇതാ മൊത്തം പാർക്കിംഗ്. വരുമ്പോൾ ഫുള്ള് മഴ തന്നെ, അപ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ടീ ഷോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഷർട്ടൊക്കെ ടീ ഷോപ്പാണ്. ഏതൊരു കുരക്കണ നായിയാണ്. ഇന്ന കണ്ടിട്ടല്ല, അവിടെ ഉള്ള ആരെയും കണ്ടിട്ടേക്കാരം. മൂല്യാവരുകളൊക്കെ ഉണ്ട് അവിടെ. ദിവസം തന്നെ ഫാമിലി ആയിട്ട് വരാം. അവിടെ സ്ഥലം എവിടെ? മഞ്ചേരി. ഇല്ല ചോദിക്കാല്ല, എല്ലാവരും യൂണിഫോമിലൊക്കെ ഇട്ടുണ്ട്. യൂണിഫോം അല്ല, വെള്ളത്തിൽ സോറി. അപ്പോൾ നമ്മളിതാ ഏകദേശം അവിടെ നിന്നൊക്കെ ഇറങ്ങി പാർക്കിനകത്ത് വണ്ടി എടുത്ത് പോവാണ്. ഇനി പോകുമ്പോൾ കുറച്ച് വ്യൂസ് ഉണ്ട്, നേരത്തെ മഴ ഉണ്ട് എടുക്കാത്തത്. അപ്പോൾ അവിടെ ഇത് ആഡ് ചെയ്യും. അപ്പം ഇത് ഇവിടുത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി അടുത്ത ഏതെങ്കിലും പോകുമ്പോൾ എടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാവർക്കും ലാസ്റ്റ് എൻഡിങ് കിട്ടണില്ല, അതാ പ്രശ്നം. അപ്പോൾ ഓക്കെ എന്നാല് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ഇപ്പോൾ ചായ കുടിക്കാണ്ട്, ചായ ഇപ്പം എൻ്റെ വകയാണ്. ഇപ്പം വാങ്ങി തരാറുണ്ട്. വാങ്ങിയിട്ട് ഞാൻ കൊല്ലി കുടിച്ച് വാങ്ങിച്ചത്. അതിൻ്റെ ഇതാണ് കാരണം. ഇവന് കൊണ്ടുപോയിട്ട് ഇന്നെ വാങ്ങുന്നില്ല, മോശമല്ലേ? അത്രേ ഉള്ളൂ ഞാൻ പറയും. വെറുതെ അല്ല. അതാണ് കക്കാടംപൊയിൽ ടൗൺ കേട്ടോ. അവിടെ ടീ ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ എത്ര തിരക്കടാ? നടക്കാൻ പറ്റില്ല, ബസ്സൊക്കെ അതാ, ടൂറിസ്റ്റ് ബസ്സൊക്കെ. ഇത് ഫേമസ് ആയല്ലോ ഇവിടെ. ഇതാണ് കക്കാടംപൊയിൽ ടൗൺ, കണ്ടില്ലേ? അടിക്കോ ഇവിടെയൊക്കെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. കോളേജാണ്.
റോഡ് അടിപൊളിയാക്കിയല്ലേ, മലയോര മേഖല ആണെങ്കിലും അത് സംഭവം കിണറിന്റെ റിസോർട്ടാണ്. റിസോർട്ടാണ്